ഹലോ ഗെയിമേഴ്സ്, വെൽക്കം ബാക്ക്. ഏകദേശം എല്ലാ ഗെയിമേഴ്സിൻ്റെ ആഗ്രഹമാണ് GTA 5 കളിക്കുക എന്ന്. പക്ഷെ അതിൽ ഭൂരിഭാഗം ഗെയിമേഴ്സും GTA 5 കളിച്ചിട്ടുണ്ടാകത്തില്ല. അതിന് ഒരുപാട് റീസൺ ഉണ്ട്. ഫസ്റ്റ് റീസൺ എന്ന് വെച്ചാൽ ഇതാണ്: ഏകദേശം എല്ലാ ഗെയിമേഴ്സിൻ്റെ അടുത്തും ഒരു അടിപൊളി PC ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. അതുകൂടാതെ ഭൂരിഭാഗം ഗെയിമേഴ്സിനും ഡിവൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്മാർട്ട് ഫോൺ ആയിരിക്കും. ഒരുപാട് പേർക്ക് ലാപ്ടോപ്പും കമ്പ്യൂട്ടറും ഉണ്ടെങ്കിൽ തന്നെ അതിൽ GTA 5 കളിക്കുവാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ലാപ്ടോപ്പ് ആകണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അതേപോലെയുള്ള ഗെയിമേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്. ഞാൻ ഈ പറയുന്ന ഗെയിംസൊക്കെ കളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് GTA 5 കളിക്കണം എന്നുള്ളൊരു ആഗ്രഹം തീർക്കാൻ വേണ്ടി സാധിക്കും. സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൂടെ മൊബൈലിൽ കളിക്കാൻ പറ്റുന്ന അത്യാവശ്യം അടിപൊളി ഗ്രാഫിക്സ് ആയിട്ടുള്ള GTA 5 പോലെയുള്ള ഗെയിംസിനെ പറ്റിയിട്ടാണ്. അധികം ലാഗ് അടിപ്പിക്കുന്നില്ല, ഹെവി ഗോ. അപ്പോൾ ഈ ലിസ്റ്റിലെ ഫസ്റ്റ് ഗെയിം നിങ്ങൾക്ക് ഈ ഫോട്ടോ കണ്ടോ മനസ്സിലായെന്ന് എനിക്കറിയില്ല. സോ ഫസ്റ്റ് ഗെയിം ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗാങ്സ്റ്റർ വേഗസ് ആണ്. ഇതൊരു ഗെയിം സീരീസാണ്. ഈ ഒരു ഗാങ്സ്റ്റർ വേഗസ് 4 മാത്രമല്ല, ഗാങ്സ്റ്റർ വേഗസ് 3, ഗാങ്സ്റ്റർ വേഗസ് ന്യൂ ഓർലിയൻസ്, അങ്ങനെ പല ഗെയിംസ് ഉണ്ട്. GTA 5 പോലെയുള്ള സീരീസാണിത്. ഇതിലെ ഗ്രാഫിക്സ് തന്നെ നിങ്ങൾ നോക്ക്, അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഗ്രാഫിക്സ് തന്നെയാണിത്. ഇത് ഇറങ്ങിയിട്ട് ഏകദേശം കുറച്ച് വർഷമായെന്ന് തോന്നുന്നു, ബട്ട് സ്റ്റിൽ ഗ്രേറ്റ് എമംഗ് ഓപ്പൺ വേൾഡ് ഗെയിംസ്. എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഗെയിമിന് ഒരു അടിപൊളി പ്ലോട്ടാണുള്ളത്. മൊബൈൽ ഗെയിംസിലാണെങ്കിൽ പ്ലോട്ട്, അത് ഒരു സ്റ്റോറി മോഡ് എന്നൊരു കാര്യം റയറാണ്. അതുകൂടാതെ അത് അടിപൊളിയാകണമെന്ന് ഒരു ഗ്യാരൻറ്റിയും ഇല്ല. ബട്ട് ഈ ഒരു ഗെയിമാണെങ്കിൽ അത് രണ്ടും നടത്തിനി. സ്റ്റോറി മോഡ് ആയതുകൊണ്ട് തന്നെ അടിപൊളി മിഷൻസാണ് ഈ ഒരു ഗെയിമിൻ്റെ അകത്തുള്ളത്. അപ്പോൾ മറക്കാതെ ഈ ഒരു വീഡിയോ കഴിഞ്ഞ് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഈ ഒരു ഗെയിം മറക്കാതെ ഇൻസ്റ്റാൾ ആക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ഗെയിമിലോട്ടേക്ക് പോകാം. അപ്പോൾ നെക്സ്റ്റ് ഗെയിം ഈ ഗെയിമാണ്, അഥവാ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D. മൊബൈൽ GTA 5 എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്ന ഈ ഒരു ഗെയിമാണ്. ഈ ഗെയിമിലെ കാണുമ്പോൾ അത്യാവശ്യം ലാഗും പിന്നെ അധികം ഗ്രാഫിക്സ് ഇല്ലെങ്കിലും നിങ്ങൾ ആദ്യം ഒന്ന് കളിച്ചു നോക്കുക. അപ്പോൾ മനസ്സിലാകും ഈ ഒരു ഗെയിമിൻ്റെ പവർ എന്താണെന്ന്. ഇതിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അത് നമുക്ക് ഇതിൽ മോഡ് കൊണ്ടുവരാൻ പറ്റും, ചീറ്റ് കോഡ് അടിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ക്യാരക്ടർ ആണെങ്കിൽ ഒരു ചീറ്റ് കോഡ് അടിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചീറ്റ് കോഡാണെന്ന് നമുക്ക് കാണാം. ഈ ഒരു ജീപ്പിൻ്റെ ചീറ്റ് കോഡായിരുന്നു അത്. ഈ ഒരു ചീറ്റ് കോഡ് മാത്രമല്ല, വേറെ ഒരുപാടുണ്ട്. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ തന്നെ ഒരു പുതിയ സിറ്റി ബിൽഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. പിന്നെ ഇതിലാണെങ്കിൽ ഡൈനോസോർസും ഉണ്ട്. നേരത്തെ ഗെയിം പോലെ തന്നെയാണ്. നിങ്ങളൊരു ഗെയിമർ ആണെങ്കിൽ മറക്കാതെ ഈ ഗെയിം ചെക്ക് ചെയ്യേണ്ടത് തന്നെയാണ്. കുറച്ച് മാസങ്ങൾക്ക് മുൻപേ കത്തി നിന്നൊരു ഗെയിമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ഏകദേശം എല്ലാ ഗെയിമേഴ്സും കളിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേങ്കിൽ ഈ ഒരു ലിസ്റ്റിൻ്റെ അകത്ത് എന്തായാലും ഈ ഒരു ഗെയിം ആഡ് ചെയ്യണമല്ലോ, അതുകൊണ്ട് ആഡ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് അടുത്ത ഗെയിമിലോട്ടേക്ക് പോകാം. സോ നമ്മുടെ നെക്സ്റ്റ് ഗെയിമാണ് പേ ബാക്ക് 2. സത്യം പറയാലോ, നിങ്ങൾ തന്നെ നോക്ക്, അടിപൊളി ഗ്രാഫിക്സ് അല്ലേ ഒരു ഗെയിമിന്. പിന്നെ ഈ ഒരു ഗെയിമും ഒരു സ്റ്റോറി മോഡുള്ളൊരു ഗെയിമാണ്. ഇതിൽ ഒരുപാട് മിഷൻസ് ഉണ്ട്. പക്ഷെ അത്ര നല്ല മിഷൻ അല്ലെങ്കിലും അത്യാവശ്യം നല്ലൊരു മിഷൻസ് തന്നെയാണ് ഈ ഒരു ഗെയിമിൻ്റെ അകത്തുള്ളത്. ഇതിൽ പിന്നെ മൾട്ടിപ്ലെയർ മോഡ് ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഈ ഒരു ക്യാരക്ടറിൻ്റെ ആനിമേഷൻ അത്യാവശ്യം ശോകമാണെങ്കിലും സ്റ്റിൽ ഇറ്റ്സ് എ ഗ്രേറ്റ് ഗെയിം. ഇത് മാത്രമല്ല, ഇതിൽ ഗാങ്സ്റ്റർ സ്ട്രിപ്പ്, അങ്ങനെ ഒരുപാട് മോഡ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇൻസ്റ്റാൾ ആക്കിയിട്ടുണ്ടെങ്കിൽ അതുകൂടെ നിങ്ങൾ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഞാനും പണ്ട് ഈ ഒരു ഗെയിം കളിച്ചിട്ടുണ്ട്, പക്ഷേ ഇതിൻ്റെ സ്റ്റോറി എന്താണെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അപ്പോൾ നിങ്ങൾ മറക്കാതെ ഈ ഒരു ഗെയിം കളിക്കുക. ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി ആയിരുന്നു, ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്ന എല്ലാ ഗെയിംസും അടിപൊളി തന്നെയാണ്, പിന്നെ അഡിക്റ്റീവുമാണ്. അപ്പോൾ നമുക്ക് അടുത്ത ഗെയിമിലോട്ടേക്ക് പോയാലോ. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ഗെയിം. ഈ ഒരു ഗെയിമിൻ്റെ പേര് മാഡ് ഔട്ട് 2 എന്നാണ്. കണ്ടിട്ട് ഏകദേശം അത്യാവശ്യം ഒരു അടിപൊളിയുള്ള ഗ്രാഫിക്സ് ആണെങ്കിലും ഇതിൻ്റെ ആനിമേഷൻ കുറച്ച് ശോകമാണ്. സ്റ്റിൽ നിങ്ങൾക്ക് ഈ ഒരു ഗെയിം കളിച്ച് നോക്കി അതിൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയാം. എനിക്ക് ഈ ഒരു ഗെയിം ആവറേജ് ആയിട്ടാണ് തോന്നിയത്, ബട്ട് നിങ്ങൾക്ക് വേറൊരു ഒപ്പീനിയൻ ആയിരിക്കുമല്ലോ, അപ്പോൾ അത് രേഖപ്പെടുത്തുക. ഈ ഒരു ഗെയിം ആദ്യം കാണുമ്പോൾ തന്നെ നമുക്ക് PUBG ലൈറ്റിൻ്റെ ഓർമ്മയാണ് വരിക. ഇതിലാണെങ്കിൽ അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള ഗ്രാഫിക്സ് തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തീർച്ചയായും ഇത് ഇഷ്ടപ്പെടും. ഇത് നോക്കിക്കോ, നമ്മുടെ ക്യാരക്ടറാണെങ്കിൽ ഈ കാറിനടുത്ത് ഇപ്പോൾ പോകുന്നുണ്ട്. അപ്പോൾ ആ മോഷ്ടിക്കുന്ന രീതി നോക്കിക്കോ. അപ്പോൾ നമ്മൾ ആളെ പുറത്തിറക്കിയിട്ടുണ്ട്. അത്യാവശ്യം അടിപൊളി ഇത് തന്നെയാണുള്ളത്. ഇപ്പം ഗ്രാഫിക്സ് അല്ല, അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. അത്യാവശ്യം ഫിസിക്സ് ഇല്ലേ ആ സാധനം, ഞാൻ ഉദ്ദേശിച്ചത് അത്യാവശ്യം ഒറിജിനാലിറ്റി ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൂടെ 4 ഗെയിം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഞാൻ തമ്മിൽ കൊടുത്തത് 5 ഗെയിം എന്നാണ്. അപ്പോൾ 5ാമത്തെ ഗെയിം ഞാനല്ല പറയാൻ വേണ്ടി പോകുന്നത്, നിങ്ങളാണ്. അപ്പോൾ നിങ്ങളും ഇതേപോലെയുള്ള ഗെയിംസ് കളിച്ചിട്ടുണ്ടാകുമല്ലോ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല എന്ന് തോന്നിയ ഗെയിം മറക്കാതെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളവർക്കും അത് നല്ലൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യം തന്നെയായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നില്ല പ്രതീക്ഷയോടെ ഗുഡ് ബൈ.
അല്ല ബൈ എന്ന് പറയാൻ വരട്ടെ. മറ്റൊന്നുമല്ല, നിങ്ങൾക്ക് എല്ലാ ആൾക്കാർക്കും അറിയാം GTA 5 മൊബൈലിൽ കളിക്കാൻ പറ്റത്തില്ല എന്ന്. പക്ഷേ അതിൻ്റെ ഒരു ഫാൻ മെയ്ഡ് ഗെയിം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഏകദേശം എല്ലാ ആൾക്കാർക്കും അതിനെക്കുറിച്ച് അറിയില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ആണെങ്കിൽ മറക്കാതെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, പിന്നെ ലൈക്കും അടിക്കുക. ഏകദേശം ഈ ഒരു വീഡിയോന് 100 ലൈക്കിന് മുകളിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളത് ചെയ്യത്തുള്ളൂ. എനിക്കുറപ്പാണ് എന്തായാലും ഈ ഒരു വീഡിയോയിൽ 10-20 ലൈക്ക് കിട്ടത്തുള്ളൂ. ചിലപ്പോൾ അതിന് കുറവായിരിക്കാം, ബട്ട് നിങ്ങളത് 100 ലൈക്ക് ആക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മൊബൈലിൽ ആ ഒരു ഫാൻ മെയ്ഡ് GTA 5 ഗെയിം എങ്ങനെയാണ് കളിക്കുക എന്ന് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ടാറ്റാ ബൈ ബൈ.